ഓക്കെ, എന്താണ് ഒരു ലിമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ സംഭവം? നമുക്കത് ഈ വീഡിയോയിലൊന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 5. ഇനി ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇതിൽ ഞാൻ 2 അപ്ലൈ ചെയ്തു. എഫ് ഓഫ് ടു എന്താണ്? എക്സിന് 2 കൊടുക്കുക, 2 + 5 ദാറ്റ് ഈസ് 7. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇനിയാണ് ഞാൻ ലിമിറ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ എഫ് ഓഫ് 2 കൊടുത്തത്. ഇനി ഈ എഫ് ഓഫ് 2വിന് പകരം ഞാൻ പറയുന്നു, ഈ എക്സ് എന്ന് പറയുന്ന വാല്യൂ 2 അല്ല, 2വിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണ്. അതായത് 2വിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ടെൻസ് 2 എന്നൊക്കെ പറയും. ടെൻസ് 2വിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 2വിലേക്ക് അടുത്തുകൊണ്ടിരുന്നാൽ പക്ഷേ 2 അല്ല, ഒരിക്കലും 2വിലോട്ട് എത്തുന്നില്ല. നിയറസ്റ്റ് 2, മാക്സിമം എത്രത്തോളം നിയറസ്റ്റ് ആകാൻ പറ്റും അത്രത്തോളം അടുത്ത് വാല്യൂ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ ഏതിലേക്ക് അടുക്കും നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ മറ്റേ നമ്പർ ലൈൻ എടുത്ത്, ഇവിടെ 2, ഇവിടെ 3 ആയിരിക്കും, ഇവിടെ 1 ആയിരിക്കും അല്ലേ. 2വിലേക്ക് അടുക്കുക എന്ന് വെച്ചാൽ എന്താ? ഇങ്ങനെ അടുക്കാം, ഈ സൈഡിൽ നിന്ന് കൊടുക്കാം. ഈ 2 സൈഡിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 2വിലേക്ക് അപ്രോച്ച് ചെയ്യാം. ഈ സൈഡിലുള്ള വാല്യൂസ് എന്തൊക്കെയായിരിക്കും? 1.9999 ആയിരിക്കും. ഈ സൈഡിലെ വാല്യൂസ് എന്തൊക്കെയായിരിക്കും? 2.00000. കാരണം 1. അങ്ങനെ നമ്മൾ മാക്സിമം അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 2 സൈഡിൽ നിന്ന് 2വിലേക്ക്. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ത് സംഭവിക്കും നമുക്ക് നോക്കിയാലോ. ഞാൻ ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ എഫ് ഓഫ് 1.9999 എടുക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും? 1.999 + 5 ദാറ്റ് ഈസ് 6.999. ഇനി ലെഫ്റ്റിൽ നിന്ന് ഞാൻ അപ്രോച്ച് ചെയ്തു, റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്തു. ഈ നമ്പർ, അതായത് എഫ് ഓഫ് 2.00001. അപ്പോൾ എന്തായിരിക്കും? 2.00, കുറേ 0 ഉണ്ട്. ഓക്കെ, 1 + 5, അപ്പോൾ എന്ത് കിട്ടും? 7.00001 അങ്ങനെ കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ എക്സ് 2വിലേക്ക് അപ്രോച്ച് ചെയ്തപ്പോൾ ഫംഗ്ഷൻ എന്ത് ചെയ്തു? 7ലേക്ക് അപ്രോച്ച് ചെയ്തു അല്ലേ. 6.97ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. 7.001 ഇതും 7ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ വാല്യൂവിനെയാണ് നമ്മൾ പറയുന്നത് ലിമിറ്റ് ഓഫ് ദിസ് ഫംഗ്ഷൻ അറ്റ് പോയിൻറ്റ് 2. ഇത്രയുള്ളൂ ലിമിറ്റ്. അതായത് ലിമിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു ഫംഗ്ഷൻ ഒരു കോൺസ്റ്റൻറ്റിലേക്ക്, ഒരു വാല്യൂവിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ്റെ റിസൾട്ട് ഏതിലേക്ക് അപ്രോച്ച് ചെയ്യും? എങ്ങോട്ട് അപ്രോച്ച് ചെയ്യും? ഇവിടെ എങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നത്? 7ലേക്കാണ്. 7 ആണെന്ത്? ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ്. എപ്പോൾ? 2ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ. ഇതന്നെ 3ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ വേറെ ആയിരിക്കും, 4ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ വേറെ ആയിരിക്കും, വേറെ നമ്പർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ജനറലി ഇങ്ങനെ പറയും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2x + 5 അല്ലേ, ഈസ് 7 ആണ്. കാരണം എന്താ? ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്തപ്പോഴും റൈറ്റ് സൈഡിലേക്ക് അപ്രോച്ച് ചെയ്തപ്പോഴും ഇതിൻ്റെ ലിമിറ്റ് എന്താണ്? 7 ആണ്. ഇത് അപ്രോച്ച് ചെയ്യുന്നത് 7ലേക്കാണ്. ഓക്കെ, അപ്പോൾ ജനറലി നമ്മൾ പറയും 7 ഈസ് ദ ലിമിറ്റ് ഓഫ് ദിസ് ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു 2. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി എക്സ് ഈക്വൽ ടു 3യിലാണെങ്കിലോ, എക്സ് ടെൻസ് ടു 3 ആണെങ്കിലോ ഇതെന്താവും? 3 + 5 ആകും, 8 ആകും. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് 8 എപ്പോൾ? എക്സ് ടെൻസ് ടു 3. എക്സ് 2ലേക്ക് അപ്രോച്ച് ചെയ്തപ്പോൾ 7ലേക്ക് ഫംഗ്ഷൻ അപ്രോച്ച് ചെയ്തു. ഇതിൻ്റെ ലിമിറ്റ് 7 ആണ് അറ്റ് എക്സ് ഈക്വൽ ടു 2. എക്സ് 2വിൽ ഇതിൻ്റെ ലിമിറ്റ് 7 ആണ്. ഇതാണ് ലിമിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇനി ഒരു ഫംഗ്ഷന് ലിമിറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്താലും റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്താലും സെയിം റിസൾട്ടിലേക്ക് അതിൻ്റെ റിസൾട്ടും അപ്രോച്ച് ചെയ്യണം. എന്നാലാണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുള്ളൂ. ചില ഫംഗ്ഷൻസ് ലെഫ്റ്റിൽ നിന്ന് ഉള്ള വാല്യൂസ് കൊടുക്കുമ്പോൾ വേറെ റിസൾട്ടും റൈറ്റിൽ നിന്നുള്ള വാല്യൂസ് കൊടുക്കുമ്പോൾ വേറെ റിസൾട്ടും, രണ്ടും ഈക്വൽ അല്ലാത്ത റിസൾട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ പറയും ആ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയും. ഫോർ എക്സാമ്പിൾ 1/x അറ്റ്
അറ്റ് എക്സ് ടെൻസ് ടു 0. ഈ ഫംഗ്ഷൻ നമ്മൾ ഗ്രാഫിൽ വരയ്ക്കുകയാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ -ഇൻഫിനിറ്റിയും റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ +ഇൻഫിനിറ്റിയും കിട്ടും. ഓക്കെ, അത് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. ലെഫ്റ്റ് അപ്പോൾ രണ്ടും ഈക്വലാകില്ല, അതുകൊണ്ട് അതിന് ലിമിറ്റ് ഇല്ല എന്ന് നമ്മൾ പറയും. പക്ഷേ ഇവിടെ എന്താണ് ലെഫ്റ്റ് ഹാൻഡ്, നമ്മളിതിന് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്നാണ് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നതിന്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് വെച്ചാൽ റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നതിന്. ഈ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആയാലാണ് അതിന് ആ ഫംഗ്ഷന് ആ പോയിന്റിൽ ലിമിറ്റ് ഉണ്ട് എന്ന് നമ്മൾ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുള്ളൂ. ഇതാണ് ലിമിറ്റിൻ്റെ ബേസിക് കോൺസെപ്റ്റ്. ഇത് വെച്ചിട്ടാണ് ഡെറിവേറ്റീവ്സ്, ഇൻ്റഗ്രൽസ് എല്ലാം വന്നേക്കണത്. അപ്പോൾ ഇത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, സിമ്പിൾ കോൺസെപ്റ്റാണ്.